ഒരു രസകരമായൊരു അനുഭവം ഓർമ്മിക്കുകയാണ്. ആളെ പേരൊന്നും പറയുന്നില്ല. 2 പേര്, അതിലൊരാൾ പ്രസിദ്ധനാണ്, ഒരാൾ അത്ര പ്രസിദ്ധനല്ല. 2 പേര് ആശ്രമത്തിൽ വന്നു. വളരെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. സ്വാമിജിയുടെ ചില മൊഴിമുത്തുകൾ പ്രസിദ്ധീകരിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ചിദാനന്ദപുരി സ്വാമിയുടെ മൊഴിമുത്തുകൾ. അപ്പോൾ സ്വാമിയുടെ കുറേ വാക്യങ്ങൾ ഞങ്ങൾ കമ്പൈൽ ചെയ്തിട്ടൊരു പുസ്തകമാക്കി ഇറക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചിദാനന്ദപുരി സ്വാമിക്ക് മൊഴിയുമില്ല, മുത്തുമില്ല. എന്ത് മൊഴിമുത്താണുള്ളത്? പൂർവാചാര്യന്മാർ പറഞ്ഞതല്ലാതെ പുതുതായിട്ടൊന്നും പറയാനില്ല. ഋഷിമാർ പറഞ്ഞതിന് അവരെ വാക്കുന്ന് ഇങ്ങോട്ട് അടർത്തി എടുത്തിട്ട് ഞാൻ പറയുകയാണെന്നുള്ള ഭാവത്തിൽ പറയാമെന്നല്ലാതെ കണ്ട് പുതുതായിട്ടൊന്നും പറയാനില്ല. അവരെന്ത് പറഞ്ഞോ അതേ ഉള്ളൂ ഇനിയും പറയാൻ. നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ശാസ്ത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ പണ്ടേ പറഞ്ഞു വെച്ചത്. പിന്നെ നമുക്ക് എന്താ സാധിക്കുക? ഭാഷയൊന്ന് മാറ്റി പറയുക, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ചില ശൈലികളൊക്കെ ചേർക്കുക, അതൊക്കെ പറ്റും. അതുകൊണ്ട് ഉപനിഷത്തിലൊക്കെ ഭഗവാൻ ഗീത ഉപദേശിക്കുമ്പോൾ ആവർത്തിച്ച് ഉച്യതേ 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 ഇങ്ങനെ പറയപ്പെടുന്നു എന്ന് പറയും. ആരാൽ? പൂർവികന്മാരാൽ. അത് കണ്ട് ഉപനിഷത്ത് പോയാൽ അവിടെ ഇത് തന്നെയാണ് പറയുക. ഇത് ശുശ്രൂമ പൂർവേഷാം, പൂർവികന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അത് തന്നെയാണ്. കണ്ടു, ബ്രഹ്മവിദ വദന്തി സ്മ, ബ്രഹ്മവിത്തുക്കൾ ഇപ്രകാരം പറഞ്ഞു. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞു തരണത്, പുതുതായിട്ടൊന്നും പറയാനില്ല. പിന്നെ സ്വാമിക്കൊരു പത്രാസ്, സ്വാമിയുടെ മൊഴിമുത്തുകൾ എന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കിയാൽ ഒരു സന്തോഷം. എന്താ ഉള്ളത്? ഒന്നുമില്ല. എന്നിട്ട് ഓരോ വിഡ്ഢികൾ ഓരോന്ന് ചെയ്യും. ഇന്നാളൊരു അമ്പലത്തിൻ്റെ നോട്ടീസ് കണ്ടു. ഒരു എന്തായാലും പറയുക, ഒരു വലുത് പുസ്തക രൂപത്തിൽ ഒരു ബുക്ക്ലെറ്റായിട്ട്. അതിൽ ഓരോ ദിവസത്തെ പരിപാടിയുണ്ട്. ആ പരിപാടി അടിയിൽ ഓരോരുത്തരുടെ വാക്യങ്ങളുണ്ട്. ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യപ്രാപ്തി വരെ നിൽക്കരുത്, സ്വാമി വിവേകാനന്ദൻ ആണല്ലോ. ശരിയാണ്. അങ്ങനെ കുറച്ച് പേജ് മറച്ചു നോക്കിയപ്പോൾ ചിദാനന്ദപുരി സ്വാമിയുടെ ഉണ്ട്. അഭ്യുദയ നിശ്രേയസങ്ങളെ പ്രാപിക്കുന്നതിനുള്ള മാർഗമാകുന്നു ധർമ്മം, സ്വാമി ചിദാനന്ദപുരി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് ശങ്കരാചാര്യരുടെ വാക്യത്തിൻ്റെ നേർതർജ്ജമയാണ്. പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതുഹു യഹ സഹ ധർമ്മ. ശങ്കരാചാര്യരുടെ വാക്യ. നാട്ടുകാരെന്ത് വിചാരിക്കും? ഇത് ചിദാനന്ദപുരി സ്വാമി അടിച്ചു മാറ്റി സ്വാമി. ഞാൻ അറിയാൻ കൂടിയില്ല ഇങ്ങനെയാണ് സ്വന്തം പേരിൽ ആക്കി മാറ്റുക. ഞാൻ സത്യം പറഞ്ഞ അറിയില്ല. ഞാനതിൽ കുറ്റക്കാരനല്ല. ഞാൻ അറിയില്ല. അറിഞ്ഞു വെച്ചാൽ സമ്മതിക്കില്ല.